ഭീകരതയ്ക്കെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി CPIM വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഭീകരതയ്ക്കെതിരെ മാനവികത ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ നടന്നു. CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഇത്തരത്തിലുള്ള കലാപ ആഹ്വാനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ അടിക്ക് തിരിച്ചടി കൊടുക്കും, കുറ്റവാളികളെ കണ്ടെത്തും, ഏതറ്റം വരെയും നമ്മുടെ രാഷ്ട്രം മുമ്പോട്ട് പോകും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരാശയം. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കെതിരെ നമ്മുടെ ഏതെങ്കിലും രാജ്യാതിർത്തിയിൽ നമ്മുടെ നിരപരാധികളായ ജനങ്ങൾക്കെതിരെ ആരെങ്കിലും വെടിയുതിർത്താൽ അതിന്റെ കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നുള്ളത് സർവകക്ഷി യോഗത്തിൽ നമ്മുടെ പാർട്ടിയും ആവശ്യപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരൊക്കെ വീതിച്ചെടുക്കണമെന്നുള്ളൊരു കാര്യത്തിലും നമുക്ക് വ്യക്തതയുണ്ട്. ഏതാനും വർഷം മുമ്പ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് UPA ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അന്ന് ജമ്മു കാശ്മീരിലുണ്ടായ ഒരു ഭീകര ആക്രമണത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ആ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ആ പ്രസംഗത്തിന്റെ പ്രസക്തമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങൾക്ക് നേരെ എറിഞ്ഞിട്ട ഏതാനും ചോദ്യങ്ങൾ. ആ ഓരോ ചോദ്യവും ഇന്നത്തെ സന്ദർഭത്തിലും പ്രസക്തമാണെന്ന് നമ്മുടെ പാർട്ടി കരുതുന്നു. ഒന്ന്, ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത്? അതിർത്തി മുഴുവൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഭീകരന്മാർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? RBIയുടെ കീഴിലല്ലേ? മൂന്നാമത്തെ ചോദ്യം, വിദേശത്ത് നിന്നും ഭീകരന്മാർ നുഴഞ്ഞു കയറി ഭാരത മണ്ണിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു, രക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിർത്തി അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? മൻമോഹൻ സിംഗിനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. സമുദ്രാതിർത്തി അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? BSF, ആർമി, നേവി എന്നിവയൊക്കെ അങ്ങയുടെ നിയന്ത്രണത്തിലല്ലേ? എങ്ങനെയാണ് വിദേശത്ത് നിന്ന് ഭീകരന്മാർ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? തീർന്നില്ല. അദ്ദേഹത്തിന്റെ നാലാമത്തെ ചോദ്യം, വാർത്താവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? ആര് സംസാരിച്ചാലും മെയിലയച്ചാലും അതൊക്കെ അറിയാനുള്ള സംവിധാനം നമുക്കില്ലേ? ഇവരെന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം പറയുന്നു എന്നറിയാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ പക്കലില്ല. ഇങ്ങനെ 4 പ്രസക്തമായ ചോദ്യങ്ങൾ ഏതാനും വർഷം മുമ്പ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മുമ്പിൽ ഉയർത്തി. ഇന്ന് രാജ്യം ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു മാധ്യമം പോലും ഈ ചോദ്യങ്ങളിൽ ഒന്നുപോലും ഇന്നത്തെ ഭരണകർത്താക്കളോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരവസ്ഥ. മരിച്ച 26 പേരിൽ ഒരാള് നമ്മുടെ ദേശക്കാരനാണ്, രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശിച്ചു. രാമചന്ദ്രന്റെ മകള്
തന്റെ അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നത് കണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. അച്ഛന്റെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ് അച്ഛന്റെ പോക്കറ്റിൽ കൃത്യമായി തിരികെ വെച്ച് അച്ഛന്റെ ഫോണും എടുത്ത് അവിടെ നിന്ന് പലായനം ചെയ്തു. പിന്നീട് രാത്രിയിൽ പഹൽഗാമിലെ ആശുപത്രിയുടെ മോർച്ചറിയിൽ തന്റെ അച്ഛന്റെ മൃതദേഹത്തിന് വേണ്ടി കാത്തു. അത് കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിലെത്തിയ ശേഷം നടത്തിയൊരു പ്രസ്താവന. UPA ഗവൺമെന്റിന്റെ കാലത്ത് നരേന്ദ്രമോദി അന്ന് ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ഭീകരർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത്? അതിർത്തി മുഴുവൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? എവിടെ നിന്നാണ് ഇവർക്ക് പണം ലഭിക്കുന്നത്? പണവുമായി ബന്ധപ്പെട്ടതെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? ഭാരത മണ്ണിൽ മാത്രം ഭീകരപ്രവർത്തകർ എങ്ങനെ രക്ഷപ്പെടുന്നു? തുടങ്ങി 4ഓളം ചോദ്യങ്ങൾ നരേന്ദ്രമോദി അന്ന് ചോദിച്ചിരുന്നതായും ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചു. അഡ്വക്കേറ്റ് MC രാഘവൻ സ്വാഗതം പറഞ്ഞു. VP മോഹനൻ അധ്യക്ഷത വഹിച്ചു. K ജനാർദ്ദനൻ, PV ഗോപിനാഥ്, അഡ്വക്കേറ്റ് KK രത്നകുമാരി, KP രമണി എന്നിവർ സംസാരിച്ചു.